നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ പല വിധികളും സുപ്രധാനമാണ്. നീതിയുടെ നേർവരയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ ശ്രദ്ധേയവുമാണ്. കേരളത്തിൽ ഇപ്പോൾ പീഡന പരാതി ഒരു ഫാഷനായി മാറിയിരിക്കുന്നു. ഉഭയസമ്മതത്തോടെ സ്ത്രീയും പുരുഷനുമൊക്കെ പ്രണയബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് സെക്സിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ. എന്നാൽ ബന്ധം തകർന്നാൽ പിന്നീട് പുരുഷൻ കെണിയിലാകുമെന്ന് വ്യക്തം. പലപ്പോഴും ഇത്തരം പ്രണയബന്ധങ്ങളിൽപ്പെട്ട പുരുഷന്മാരെ കുരുക്കാൻ സ്ത്രീകൾ പീഡന പരാതിയുമായി പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തും. ഇത്തരം പരാതികൾ കിട്ടിയാൽ പിന്നെ പോലീസിന് കൊയ്ത്തുകാലമാണ്. ഒരു ബലാത്സംഗ പരാതി കിട്ടുന്നതോടെ പുരുഷനെ എത്രയും പെട്ടെന്ന് വേട്ടയാടി വീഴ്ത്താനുള്ള ശ്രമങ്ങളാണ് മിക്കവാറും പോലീസ് നടത്തുക. പരാതിയിലെ കാമ്പും പതിരുമൊന്നും പോലീസ് തിരയില്ല. ഇപ്പോഴിതാ സമാനമായ ഒരു കേസ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കെത്തിയപ്പോഴാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ സുപ്രധാനമായ വിധി. ഉഭയസമ്മതത്തോടെയുള്ള ബന്ധം പിന്നീട് തകർന്നാൽ ബലാത്സംഗ കുറ്റം ഉന്നയിക്കാനാവില്ല എന്ന് ഹൈക്കോടതി തീർത്തു പറഞ്ഞു. അതും പരാതിക്കാരി നിലവിൽ വിവാഹബന്ധത്തിലാണെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചനാപരമായി സമ്മതം നേടിയതായി കണക്കാക്കാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞു. വിവാഹിതയായ ഒരു സ്ത്രീ നൽകിയ പരാതിയിലായിരുന്നു പോലീസ് കേസ്. കോഴിക്കോട് താമരശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ പ്രതിയായത് മലപ്പുറം സ്വദേശിയായ യുവാവ്. ഈ കേസിൽ മലപ്പുറം സ്വദേശിയായ യുവാവിന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ളതാണ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി. വിവാഹിതയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന കേസ് നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചതിന് ശേഷം ഫോട്ടോയും വീഡിയോയുമൊക്കെ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി 2.5 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നൊക്കെയായിരുന്നു പരാതി. ജൂൺ 13 പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ പരാതിക്കാരി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പരാതിക്കാരി വിവാഹിതയായ കാര്യം ചൂണ്ടിക്കാട്ടിയുമാണ് ഹൈക്കോടതി ഇപ്പോൾ പ്രതിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിനിയെ 2024 നവംബർ 3-നും നവംബർ 4-നുമിടയിൽ താമരശ്ശേരിക്കടുത്ത് വെച്ച് ഒരു ഹോട്ടലിൽ പ്രതി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. എന്നാൽ പ്രതിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണെന്നും പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധം പിന്നീട് വഷളായതിന്റെ പേരിൽ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ബലാത്സംഗ കേസാക്കി മാറ്റിയെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു. സ്വകാര്യ മെഡിക്കൽ കോളേജിൽ 3ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന പരാതിക്കാരി 2023 വിവാഹിതയായിരുന്നു. ദമ്പതികൾ വേർപിരിയാൻ തീരുമാനിച്ചുവെങ്കിലും ആ വിവാഹബന്ധം ഇപ്പോഴും തുടരുന്നു. വിവാഹബന്ധം ഇപ്പോഴും തുടരുന്നുവെന്ന് പരാതിക്കാരിയുടെ മൊഴിയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇതാണ് കോടതി പ്രത്യേകം ചൂണ്ടിക്കാട്ടിയതും. ഒരു വിവാഹബന്ധത്തിൽ തുടരുമ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് 27കാരനെ പരാതിക്കാരി പരിചയപ്പെടുന്നത്. തുടർന്ന് സ്നാപ്ചാറ്റിലൂടെ ഇരുവരും തമ്മിൽ പ്രണയബന്ധത്തിലായി. അവധിക്ക് വീട്ടിലേക്ക് മടങ്ങുന്നുവെന്ന വ്യാജേന തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ട്രെയിനിൽ പോയി എന്നും അവിടെ വെച്ച് പരാതിക്കാരൻ തന്നെ ബലാത്സംഗം ചെയ്തുവെന്നുമാണ് യുവതിയുടെ പരാതി. പിന്നീടവർ ഒരുമിച്ച് വയനാട്ടിലേക്ക് യാത്ര ചെയ്തു. വഴിയിൽ താമരശ്ശേരിക്കടുത്തുള്ള ഒരു ഹോട്ടൽ മുറിയെടുത്ത് അവിടെ ഒരു രാത്രി ചെലവഴിച്ചു. പിറ്റേന്നവർ തിരൂരിലേക്ക് പോയി. അവിടെ മറ്റൊരു ഹോട്ടലിൽ ഇരുവരും താമസിച്ചു. അതിനുശേഷമാണ് തിരുവനന്തപുരത്തേക്ക് പരാതിക്കാരി മടങ്ങിപ്പോയത്. 2 രാത്രി 2 ഹോട്ടലുകളിൽ സുഖമായി കഴിഞ്ഞതിന് ശേഷം ആ യുവാവിനെതിരെ പരാതിയുമായി ചെല്ലുന്ന യുവതി. ഇവിടെ കോടതിയുടെ നിരീക്ഷണം ശ്രദ്ധേയമാണ്. ഹർജിക്കാരനെ കാണാൻ പരാതിക്കാരി സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയത്. 2 വ്യത്യസ്ത ഹോട്ടലുകളിൽ അവർ താമസിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം 2 വ്യത്യസ്ത ഹോട്ടലുകളിൽ യുവതി സ്വമേധയാ താമസിച്ചുവെന്ന് കോടതി കണ്ടെത്തി. ഹർജിക്കാരൻ താനുമായി നിർബന്ധിത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന ഒരു വരിയൊഴികെ പ്രഥമദൃഷ്ട്യാ ബലാത്സംഗത്തിന് തെളിവായി മറ്റൊന്നും പ്രോസിക്യൂഷനും ഹാജരാക്കാൻ കഴിഞ്ഞില്ല. പരാതിക്കാരിയുടെ മൊഴിയിലും ഇത് വ്യക്തമാണ്. വിവാഹിതയായ ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുന്നു. എന്നിട്ട് വ്യത്യസ്ത ലോഡ്ജുകളിൽ ആ യുവാവുമായി ചെലവഴിക്കുന്നു. അതിനുശേഷം ബലാത്സംഗം ആരോപിച്ച് പരാതിയുമായി ഇറങ്ങിത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പരസ്പര സമ്മതമില്ലാതെ ഈ സാഹചര്യത്തിൽ ശാരീരിക ബന്ധം നടന്നുവെന്ന് കരുതാനാവില്ല എന്നതാണ് കോടതിയുടെ നിരീക്ഷണം. ബലാത്സംഗം അത്യന്തം ഹീനമായ ഒരു കുറ്റകൃത്യമാണ്. അത്തരമൊരു ആരോപണം ഒരു യുവാവിന് മേൽ ആരോപിക്കപ്പെട്ടാൽ ആ ജീവിതം എന്നേക്കുമായി നശിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. ഏറെ ശ്രദ്ധേയമായ ഒരു വിധിയാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. പരസ്പര സമ്മതത്തോടെ പ്രണയബന്ധത്തിൽ അകപ്പെടുകയും പിന്നീട് ലൈംഗിക ബന്ധത്തിൽ ഉൾപ്പെടുകയും ചെയ്ത യുവാക്കളും യുവതികളുമൊക്കെ പലപ്പോഴും ബന്ധം തകരുന്നതോടെ യുവതി യുവാവിനെതിരെ ബലാത്സംഗ
ആരോപണവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് ചാടിപ്പുറപ്പെടാറാണ് പതിവ്. ഇത് യുവാവിൻ്റെ ജീവിതം തകർക്കുമെന്ന് മാത്രമല്ല, ബലാത്സംഗ കുറ്റത്തിന് യുവാവ് ജയിലിലടയ്ക്കപ്പെടുന്ന സാഹചര്യം പോലുമുണ്ടാകും. ഏറെ ശ്രദ്ധയോടെ വേണം ഇത്തരം ബന്ധങ്ങൾ തിരഞ്ഞെടുക്കാൻ. പലപ്പോഴും ബന്ധങ്ങൾ ടോക്സിക്കായി മാറുമ്പോൾ യുവതികളും യുവാക്കളുമൊക്കെ ബന്ധങ്ങളിൽ നിന്ന് ഓടിയകലുക പതിവാണ്. വിവാഹിതയായ ഒരു സ്ത്രീയുമൊത്ത് ഹോട്ടലുകളിൽ താമസിച്ച യുവാവിൻ്റെ നടപടി ശരിയോ തെറ്റോ എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ ഉയരാം. എങ്കിലും ഇത്തരം വ്യാജ പരാതികൾക്കെതിരെ ശക്തമായ ഒരു നടപടി ഹൈക്കോടതി എടുത്തത് ഉചിതമെന്ന് നമുക്ക് പറയേണ്ടി വരും. സാഹചര്യങ്ങളാണ് പലപ്പോഴും മനുഷ്യരെ പ്രണയബന്ധങ്ങളിലെത്തിക്കുന്നത്. അതിൽ വിവാഹിതരെന്നോ അവിവാഹിതരെന്നോ വേർതിരിവുകൾ പോലും പലപ്പോഴും ഉണ്ടാകില്ല. എന്നാൽ പ്രണയബന്ധത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം യുവാവിനെതിരെ വ്യാജ പരാതിയുമായി ഇറങ്ങിത്തിരിക്കുന്ന അനേക യുവതികൾ നമുക്കിടയിലുണ്ട് എന്ന് തിരിച്ചറിയുന്നതാണ് ഈ സംഭവം. ഉചിതമായ കോടതി വിധിയെ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ഹർഷാരവത്തോടെ സ്വീകരിക്കുന്നു എന്നത് വ്യാജ പരാതികൾക്കെതിരെയുള്ള ശക്തമായ നിലപാട് കൂടിയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.